ഹലോ ഗൈസ്. അപ്പോ ഇന്നത്തെ ചലഞ്ച് എന്താന്ന് വെച്ചാൽ യെസ്, അതായത് തമ്പ് രണ്ടും ഇല്ലാണ്ട് കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ കൊടുക്കും. അത് ഫസ്റ്റ് തീർക്കണവരാണ് ജയിക്കുക എന്നുള്ളതാണ്. ഓക്കെ, തിന്നാനുള്ളതാവാം, ഇല്ലെങ്കിൽ ഇടാനുള്ളതാവാം. തിന്നാനുള്ളതാണെങ്കിൽ നന്നായിരിക്കും. അതെ, തിന്നാനുള്ളത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും തിന്നാനുള്ളത് നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഈ ചലഞ്ചിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണാണ്. അപ്പൊ അതിനു മുന്നായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവര് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് തമ്പില്ല, അതാണ് എന്ത് സബ്സ്ക്രൈബ് ചെയ്യാ, കമന്റും ചെയ്യാ. അപ്പൊ നമുക്ക് ചലഞ്ചിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചിപ്പു അപ്പൊ ഫസ്റ്റ് ചോദിച്ച സ്ഥിതിക്ക് ഫുഡ് ഐറ്റം തന്നെയാണ് ഫസ്റ്റ് തരാൻ വേണ്ടി പോണത്. എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അതെ ഓറഞ്ചാണ്. ഇത് ഫസ്റ്റ് ഒലിച്ച് ഫുള്ള് കഴിക്കുന്നവരാരാണോ അവരാണ് ഫസ്റ്റത്തെ വിന്നർ. ഓക്കെ, ഞാൻ ഫസ്റ്റത്തെ ചലഞ്ച് ഒരുക്കി കൊടുക്കണം. ഇതാണ്ട് അതും നോ തമ്പ്. തമ്പ് യൂസ് ചെയ്യാണ്ട് ഈ 4 വിരൽ വെച്ചിട്ടേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണ് കഴിക്കേണ്ടത്. തമ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഔട്ടാണ് കേട്ടോ. ഞാൻ സത്യസന്ധമായിട്ട് കളിച്ചു തോക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിച്ചു തവണ ചിലപ്പോ കളക്കളി കളിക്കാൻ ചാൻസ് ഉണ്ട്. ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ടൈം ഉണ്ട്. ഇത് ഒലിച്ച് കഴിക്കാൻ ഇത് ഇങ്ങനെ ഉണ്ടാ. ഇതില് തമ്പ് യൂസ് ചെയ്തതിന് ഔട്ടാണ്. ഇല്ല, കൈ വെച്ചിട്ടാണല്ലോ, എന്നിട്ടാണല്ലോ കഴിക്കണത്. അല്ലാണ്ട് വായു വെച്ചിട്ടുള്ള ഒരു ചലഞ്ച് അല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് തുലിച്ചിട്ട് നമ്മള് മറ്റേ നമ്മള് മറ്റേ ചോപ്സ്റ്റിക്ക് കഴിച്ചില്ലേ നമ്മള് ചൈനയിലെ പോലെ, അതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തുലിച്ചിട്ട് കഴിക്കാം. അപ്പൊ ചോപ്സ്റ്റിക്കാന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ കൈകൾ ഇങ്ങനെ ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. തമ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗെയിം ഔട്ടാണ് ട്ടാ. ഇക്കുറു തമ്പ് ചെറുതായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. ഞാൻ നോക്കണണ്ടപ്പോ തന്നെ മാറ്റി വെച്ചു. തീർന്നു ഇവിടേക്ക ചെയ്യുന്നു. ഒരാൾ തമ്പ് യൂസ് ചെയ്യുന്നു. ഇതൊക്കെ ഫുൾ എടുത്ത് വായിലോട്ട് ഫുൾ ഇറക്കട്ടാ, എന്നാലേ ഞാൻ സമ്മതിക്കുള്ളൂ. ഇല്ലേ സമ്മതിച്ചില്ല. ദേ ഇവൻ ഔട്ടാണ്ടാ. ഇവൻ കള്ളക്കളിയാണ്. ഇവൻ ഔട്ടാണ്. ഇവൻ തമ്പ് യൂസ് ചെയ്തിട്ടാ. അപ്പൊ ഇക്കുറു ഫസ്റ്റത്തെ ഔട്ടാണ്ട്. ഓ വിന്നർ, തീർത്തിരിക്കണ. ഇവൻ ഔട്ടായി. ഇവൻ ശരിക്കും പറഞ്ഞാല് ഏത് തിന്നണേ തിന്നോ, ഇല്ലെങ്കിൽ വേണ്ട. ചെറിയൊരു പീസ് ഒന്ന് തുപ്പിപ്പോയി, കാരണം ഇവന്റെ തമാശക്കൊന്ന് തുപ്പിപ്പോയി. ഔട്ടാണ്. അപ്പൊ ഇവിടെ ഔട്ടാണ്. അപ്പൊ ഇനി റിച്ചും കൂടി അത് തിന്നേ. അല്ല, മോളുടെ വായിൽ ഇപ്പോഴുണ്ട്, എന്റെ വായിലില്ല. ഞാൻ അതും തിന്ന് പറഞ്ഞപ്പോഴായിരുന്നത്. അതിനെന്താണ് മോൾ തിന്നിട്ടില്ലല്ലോ. ചിപ്പു തന്നെ വിജയിയായിരിക്കാണ്. ഇതില് വൃത്തിയല്ല. അതെ, ഞാനും വൃത്തിക്കാൻ വിളിച്ചത് കണ്ട. ഞാനും വൃത്തിക്കാൻ വിളിച്ച ഒരു 5-8 പീസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഞാൻ നല്ല നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. തീറ്റ എവിടെ ഉണ്ടോ അവിടെ നമ്മുടെ ഞാൻ പറഞ്ഞ മിണ്ടല്ലേ. ഇവർക്ക് കുശുമ്പാണ്. ഇവർക്ക് ഫസ്റ്റ് എത്താൻ പറ്റില്ല, അതിന്റെ കുശുമ്പാണ്. ഞാൻ കണ്ട എനിക്കറിയാം ഇങ്ങനെ ഇതിലാരാ വിജയ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഞാൻ പറയുന്നത് ചിപ്പുവാണ്. ആരും സെലക്ട് ചെയ്യരുത്. ഓൾറെഡി ബാക്കിയാണ്. ഞാൻ കുറച്ച് നൂലിങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ കടലാസില്. ഈ ചുറ്റി വെച്ചേക്കണ നൂല് ഈ ബോളിലോട്ട് അയക്കാൻ മതി. ഓക്കെ, അതാണ് ഇന്നത്തെ ചലഞ്ച് നിങ്ങക്ക്. അപ്പൊ ഓരോരുത്തർക്ക് ഇത് ഞാൻ തരുന്നതാണ് കേട്ടാ. എന്നാ ഇത് ആ നൂല് ഇതിലോട്ട് ആക്കണം. അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടാ. ഇങ്ങനെ ഊരിപ്പോണെന്നുണ്ടെങ്കിൽ ഔട്ടാണ്. ഇത് ഇപ്പൊ അതെ വൃത്തിയായിട്ട് ചുറ്റാന്നുള്ളതാണ്. ഇതിപ്പോ അടിപൊളിയായിട്ട് ചുറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുള്ള് ചുറ്റി തീർക്കാന്നുള്ളതാണ്. അപ്പൊ ഒരു കുഴപ്പമില്ല, അത് തീർത്താ മതി. അത് ഇത് അതിലോട്ട് ആക്കാന്നുള്ളതാണ്.
ഫസ്റ്റ് ആര് തീർക്കണം അവരാണ് വിന്നർ കേട്ടോ. 1 2 3 സ്റ്റാർട്ട്. അതിന്റെ ഇടയിൽ തമ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കൂല, ഔട്ട് ആവുന്നതാണ്. നൂലെങ്ങനെ ചുറ്റാന്നുള്ളതാണ്. ഇക്രു പിന്നെ പട്ടമൊക്കെ പറപ്പിക്കണ കാരണം ചിലപ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണ് ചുറ്റണമെന്നുള്ളത്. കൈ ചേർത്ത് ചുറ്റരുത്. സെറ്റായാ? ചുറ്റി തീർക്കോ? ഇതൊക്കെ താഴത്ത് വീണ് അത് നോക്കുന്നില്ല. എന്തായാലും കള്ളവിരൽ യൂസ് ചെയ്താൽ ഞാൻ പിടിക്കുന്നതാണ്. ഇത് തോറ്റ എനിക്ക് വിഷമോ, ഇത് ഞാൻ തോക്കരുത്. ഇക്രു എങ്ങനെയുണ്ട്? ഇക്രു പിന്നെ പട്ടമൊക്കെ പറപ്പിച്ചേക്കുന്ന ആമ്പിള്ളേർക്ക് ഇത് ഈ സംഭവം സിമ്പിൾ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ. സോ സിമ്പിൾ. അപ്പൊ രണ്ടാമത് നമ്മളെ റിച്ച് മോൾ ജയിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ചുറ്റി തീർന്നിട്ടില്ല. എന്റെ ആദ്യത്തെ ടച്ച് ഒന്ന് വിട്ടുപോയി. ഞാൻ പറയുമ്പോ കളി ഇവിടെ കഴിഞ്ഞിട്ടില്ലേ? ഇവിടെ കഴിഞ്ഞിട്ടില്ല. അയ്യോ എന്തൊക്കെ കാണിച്ചാലും ചെയ്യുള്ളൂ. അത് സെക്കൻഡിന് പേടിനോട് തല്ലുടിക്കണ. തുടക്കത്തില് ഞാൻ പാളിപ്പോയി നിന്നിട്ട് ഞാൻ സെക്കൻഡ് അടിച്ചില്ല. അടിച്ചാണ്ട് ഇത് എനിക്ക് ഇതാണ്ടാ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഇത് കറക്റ്റ് ആയിട്ടില്ല. ഇത് കറക്റ്റ് ആയിട്ട് ചുറ്റിട്ടുണ്ട് കേട്ടാ. ഇതും ഏകദേശം കറക്റ്റ് ആയിട്ട് ചുറ്റിട്ടുണ്ട്. അപ്പൊ നമുക്ക് എനിക്ക് പറയാവുന്നത് സെക്കൻഡ് റിച്ച്. ചിലത് ലൂസായിട്ടുണ്ട്, ചിലത് ലൂസായിട്ടുണ്ട്. ഇത് കഴിഞ്ഞു ഒരു സൂപ്പർ സാധനമായിട്ടോ വന്ന ബോർഡ് തന്നെയാണ്. ഇതില് ഇത് നിങ്ങക്ക് 3 പേർക്ക് ഞാൻ തന്നെ ഉണ്ട്. ഇതൊക്കെ മുതലാക്കണ്ട. ഇതൊക്കെ പറയേണ്ട ആവശ്യമില്ല ശരിക്കും പറയുന്നാല്. എന്നാ അപ്പൊ ഞാനൊരു വേർഡ് പറയും, ആ വേർഡ് നിങ്ങള് തമ്പ് ഉപയോഗിക്കാണ്ട് എഴുതി തീർക്കാന്നുള്ളതാണ്. ഒരു പാട്ടിന്റെ വേർഡാണ് അത്. ഒറ്റത്തവണ പറയുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടുമാണ്. അങ്ങനെ പിടിക്കുമ്പോ തമ്പില് വന്ന് തമ്പില് ടച്ച് ചെയ്യണ്ട്. തമ്പില് ടച്ച് ചെയ്തിട്ടില്ല. ഇതിങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. റിച്ചു തമ്പില് ടച്ച് ചെയ്യണ്ട്. പറഞ്ഞിട്ട് ഞാൻ ഇതാണ്. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞു. ഇംഗ്ലീഷ് അത് മലയാളത്തിൽ തന്നെ എഴുതണം. അത് എഴുതി തീർക്കാന്നുള്ളതാണ് നിങ്ങളെ ജോലി. തമ്പ് മുട്ടാനേ പാടില്ല. ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യാ. ഓക്കെ, അപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിക്കോ. കറക്റ്റ് ആയിട്ട് എഴുതണോട്ടാ. ഇങ്ങനെ ഇത് കറക്റ്റായിട്ട് നമ്മളാ ചിപ്പ് മോള് എഴുതി സെറ്റാക്കണ്ട്. ഏകദേശം ഇവിടെയും കറക്റ്റാണ്. ഇവിടെ നിങ്ങൾക്കറിയാം. നിങ്ങളാ വേറൊരു വീഡിയോ ഞാൻ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടണ്ട്. അത് കണ്ടിട്ട് ഇതും കൂടി പറഞ്ഞുതരാം ഞാൻ. എവിടെ? ഓ ഇവിടെ കഴിഞ്ഞിട്ടാ. ഇവിടെയും കഴിഞ്ഞ്. അപ്പൊ ഫസ്റ്റ് കഴിഞ്ഞത് റിച്ചു ആണ്. സെക്കൻഡ് ചിപ്പു. ഭംഗിയല്ല, എഴുതി തീർക്കാന്നുള്ളതാണ്. അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാ എന്നുള്ളതാണ്. ഇവിടെ കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. ഇവിടെ കുഞ്ഞുണ്ട്. കുഞ്ഞുണ്ടോന്നാണ് പറഞ്ഞത്. ഇവിടെയും ഏകദേശം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ ഉണ്ട്. ഇത് ക്വസ്റ്റ്യൻ മാർക്ക് വരെ ഇട്ടിട്ടുണ്ട്. കൂടെവിടേക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് ഇതില്. പക്ഷെ കാക്കേ കാക്കേ
കൂടെ എവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടെന്നുണ്ട് എഴുതിയേക്കണം. കൂട്ടിനകത്ത് കുഞ്ഞല്ലാണ്ട് പിന്നെ മൈൻഡ് വന്നിട്ട് ഇതാണ് കുഞ്ഞുണ്ടോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പഠിച്ച കവിത ഇങ്ങനെയല്ല, കുഞ്ഞുണ്ട് എന്നാണ്. അല്ല ഇക്കാക്ക പറഞ്ഞത് എഴുതാനാ വേറൊരാളുടെ സാധനം കാണിച്ചത് ഇത് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാട്ടാ. എന്നിട്ട് നിങ്ങൾ എന്നെ വായിച്ചാ മതി. ഞാൻ വായിക്കട്ടാ. കാകേ കാകേ കുട്ടി എവിടെ? കുട്ടിനകത്ത് കുണ്ടി കൊണ്ടിണ്ടോ? എന്താണ്ടോ ഇത് എഴുതിയേക്കണത്? ജയിച്ചത് എന്തായാലും ചിപ്പുവാണ്. ഏകദേശം റിച്ചു. കാരണം എന്താന്നറിയോ, രണ്ടുപേരും റിച്ചുനാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അങ്ങനെ പറഞ്ഞേക്കണം. അപ്പൊ പിന്നെ എന്തായാലും തീർക്കാന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞത്. ഞാൻ പണ്ട് ഡോക്ടർ ലിപി പഠിച്ചിട്ടുണ്ട്. ഞാൻ ആ ലിപിയിലാണ് എഴുതിയേക്കുന്നത്. സെക്കൻഡ് തേർഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമന്റ് എന്തായാലും ചെയ്യുക. അപ്പൊ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് മുന്നോട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.